അപ്പുവിനെ സംബന്ധിച്ച് ഏത് പുതിയ അന്തരീക്ഷവുമായി വേഗം ഇണങ്ങിച്ചേരാനുള്ള ഒരു കഴിവ് അപ്പുവിനുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ ഒരു സ്ഥലത്ത് എത്തപ്പെടുന്നതോടുകൂടി പുതിയൊരു വ്യക്തിയായി മാറാൻ അയാൾ സ്വയം ആർജിച്ചെടുത്ത ഒരു വ്യഗ്രത ഉണ്ടാവുകയും ചെയ്യും. മറ്റു കേടുപാടുകളൊന്നും അപ്പുവിന്റെ ഏകാഗ്രതയെ ബാധിക്കില്ല താനും. നേരെ മറിച്ച് നിങ്ങൾക്കോ, നിങ്ങളുടെ ഓരോ വിസിറ്റിലും അപ്പു പുതിയൊരാളായി മാറിക്കൊണ്ടിരിക്കുന്നത് കാണാനും സാധിക്കും. ഒരാളെ എന്നും കാണുമ്പോഴല്ലോ, കുറച്ചുനാൾ കൂടി കാണുമ്പോഴല്ലേ അയാളിലെ മാറ്റം എത്രത്തോളം പ്രകടമാണെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂ. ആഹാ, നീ ഇവിടെ തന്നെ കൂടാനാണോ ഭാമക്കുട്ടി ഉദ്ദേശം? എന്നാ ഞാനങ്ങ് പോട്ടെ. അത് ഞാൻ ഇവളോടും ചോദിച്ചു. അമ്മ തനിച്ചാക്കി എങ്ങും നിക്കില്ലാന്ന്. ഇതെന്താ കയ്യില്? അപ്പുച്ചേട്ടൻ എന്താ കാര്യമായിട്ട് തന്ന ലക്ഷണം ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കോമിക്സും വാട്ടർ കളറും ഒക്കെയാ. അതെ, ആള് പൊടിക്കൊരു കലാകാരിയാണ് കേട്ടോ. പാട്ടും വരയും ഡാൻസും ഒക്കെ ഉണ്ടെന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞു. ആ, ആള് മിടിക്കുകയാണല്ലോ. പിന്നെ ഞങ്ങളെ കുറിച്ച് എന്താ വിചാരിച്ച? ഇപ്പൊ നോക്കൂ, ഇവിടെ ആ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റായി മാറും അല്ലേ ഭാമക്കുട്ടി? ആ അപ്പു, നീ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് മാറാൻ ആലോചിക്കുന്ന കാര്യം VP പറഞ്ഞു. ആലോചന മാത്രമല്ല അമ്പിമാമ, അത് ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഇപ്പോ ഉടനെ അങ്ങനെ ഒരു മാറ്റത്തിന്റെ ആവശ്യമുണ്ടോ അപ്പു? ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ തന്നെ തുടങ്ങിയ സ്ഥിതിക്ക് ഒക്കെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ സൗകര്യം? മാത്രമല്ല, നീ ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നത് VPക്കും ഗീതയ്ക്കും സങ്കടമാവില്ലേ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് അമ്പിമാമനെ കാണുന്നുണ്ട്. ആ, ആയിക്കോട്ടെ. ഞാൻ ഇനി കുറച്ചു നാൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോ സൗകര്യം പോലെ എന്നെ വിളിച്ചോ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ ഭാമക്കുട്ടി? ഇവളെ വീട്ടിലാക്കിയിട്ടേ എനിക്ക് ആറ്റിങ്ങിൽ വരെ ഒന്ന് പോണം. ആ, തന്റെ വക ഇനി സമ്മാനങ്ങൾ വേറെ ഉണ്ടോ? ഞാൻ ഉപയോഗിക്കാതിരിക്കുന്ന കുറച്ച് സാരിയും ചുരിദാറും ഒക്കെയാ. ഇവളുടെ അമ്മയ്ക്ക് അത് ഉപകാരപ്പെടുമല്ലോ. അത് നന്നായി. ഇനി ഭാമക്കുട്ടി വരുമ്പോ അങ്കിളും ആന്റിയും കൂടി ഭാമക്കുട്ടി കുറെ കോമിക്സും വാട്ടർ കളറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് അമ്പിമാമന് ഫ്രീ ടൈം കിട്ടുമ്പോ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണേ. ഞാൻ പോയാലും VPക്കും അമ്മയ്ക്കും ഒരു കൂട്ടാവുമല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടോ. ശരി അപ്പു, നീ വിളിക്ക കേട്ടോ. അപ്പു ചേട്ടാ, പോയിട്ട് വാ ഭാമക്കുട്ടി. ടാറ്റാ. എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിച്ച കുട്ടിയാ. ഇപ്പൊ അവളുടെ ജീവിതം ഒരു കരക്കെടുത്തിരിക്കുന്നു. അതാണ് ഈശ്വര നിശ്ചയം. അവളെ സംബന്ധിച്ചിടത്തോളം ആ ഈശ്വരന്റെ പേര് വിജയ് പണിക്കരെന്ന. VP പറഞ്ഞിട്ടല്ലേ അമ്പിമാമന്റെ ജ്യോതിർഗമയ എന്ന ഗ്രൂപ്പ് ഭാമയുടെ പഠന ചെലവ് ഏറ്റെടുത്തത്. ഞാനൊരു നിമിത്തായെന്നേ ഉള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ ഭാമ എന്ന ആ മിടുക്കിയെ ജീവിതത്തിന്റെ കുപ്പത്തൊട്ടിയിൽ നിന്ന് കണ്ടെത്തിയത് നീ തന്നെയാ. അതുകൊണ്ട് അവളുടെ ദൈവവും വിളക്കും പ്രാർത്ഥനയൊക്കെ നീയാണ്. വെക്കേഷൻ വരുമ്പോ ഭാമയെ കുറച്ച് ഇവിടെ കൊണ്ട് നിർത്തിക്കൂടെ അമ്മേ? നിങ്ങൾക്കതൊരു ആശ്വാസാവില്ലേ? ഹലോ അലീന. യെസ് ഡിയർ, എന്തു പറയുന്നു? ഡിന്നറൊക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. ഞാനിപ്പോ നിന്നെ അങ്ങോട്ടൊന്ന് വിളിച്ചാലോന്ന് ആലോചിച്ചതേ ഉള്ളൂ. പിന്നെ നിന്റെ വൈഫ് അറിഞ്ഞ സീനാവൂലോന്ന് കരുതി വേണ്ടെന്ന് വെച്ചതാ. താൻ ഇങ്ങോട്ട് വിളിക്കണ്ട, സൗകര്യം പോലെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അതാ നല്ലത്. ഓ യെസ്, അത് മതി. പിന്നെ എന്ത് പറയുന്നു നിന്റെ മിസ്സസ്? എന്തു പറയാം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് രണ്ടുപേരും ഐഡിയൽ കപ്പിളായിട്ട് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നിന്റെ മമ്മിക്ക് അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, പാവം, അതൊക്കെ അപ്പടി വിശ്വസിച്ചിരിക്കുക. പക്ഷേ ത്രേസ്യ അമ്മച്ചിക്ക് ഇപ്പോഴും അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വാസമായിട്ടില്ല. അമ്മച്ചി ഇത്തിരി മുറ്റാണെന്ന് എനിക്ക് അന്നേ തോന്നിയതാ. പിടികൊടുക്കാതെ നോക്കണം. മമ്മിയുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ വേണ്ടി വരുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമവും കുറ്റബോധവും ഒക്കെ തോന്നാണ് അലീന. അങ്ങനെ ഒരു ഗിൽറ്റി ഫീല് തോന്നേണ്ട കാര്യമൊന്നുമില്ല.
മമ്മിയെ കൂടുതൽ സങ്കടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ഇങ്ങനൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു എന്ന് മാത്രം കരുതിയാൽ മതി. അല്ല, മാളവികയ്ക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. മമ്മിയുടെ മുന്നില് അവളും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ചെയ്യട്ടെ. അതുകൊണ്ട് തനിക്കും ഗുണം ഉണ്ടാവുമെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇങ്ങനെ അങ്ങ് പോകുന്നതാണ് കംഫർട്ട് സോണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാളു പിന്നെ അപ്പൂനെ കാണാൻ പോയിരുന്നോ? ഇല്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോ അതൊന്നും തിരക്കാറില്ല. അതാ നല്ലത്. അവരുടെ പാട്ടിന് വിട്ടേക്ക്. നമ്മളെ ചൊറിയാൻ വരാതിരുന്നാ മതി, അല്ലേ ഡിയ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞ വിഷമായോ? ഇല്ല. എന്നാ ഞാൻ വെക്കട്ടെ? എന്താ ഇത്ര ധൃതി? എനിക്ക് നിന്നോട് സംസാരിച്ച് മതിയായില്ലടാ. ഈ രാത്രി മുഴുവൻ നിന്നോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ കൊതിയാവുക. അത് വേണ്ട ലീന, നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ വെച്ച് കാണാമല്ലോ. ശരി, എന്നാ വെച്ചോ. ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്, ബൈ. എന്താ നിർത്തിക്കളഞ്ഞ്? രാത്രിയില് നല്ല ആംബിയൻസ് ആയിരുന്നില്ലേ? കുറച്ചുകൂടി സംസാരിക്കായിരുന്നില്ലേ? ആന്റിയുടെ എന്റെയും കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യോ? എങ്ങനാ? ഓരോ മണിക്കൂറും ഉണ്ടോ? അതോ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് അങ്ങനെയാണോ? എങ്ങനെയായ തനിക്കെന്താ? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. മറ്റുള്ളവരുടെ പ്രൈവസിയിൽ ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് നിൽക്കുന്നത് ഭയങ്കര ചീപ്പാ. അല്ലെ, തന്നെ പോലുള്ള ചീപ്പ് ആൾക്കാരിൽ നിന്ന് ഈ ചീപ്നെസ് ഒക്കെ ഉണ്ടാവൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതുപോലെ മറ്റുള്ളവരുടെ പ്രൈവസിയിൽ ഇടപെടാൻ വന്നേക്കരുത്, പറഞ്ഞേക്കാം. ഹലോ ഡോക്ടർ, എന്താണ്? ആള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ വക്കീലേ, ഞാൻ ഭയങ്കര ഹാപ്പിയാ. എന്താ, ഡാഡി ആയിട്ടുള്ള പിണക്കം മാറിയോ? ഏയ്, അതൊക്കെ അങ്ങനെ ഒരു സൈഡിൽ കിടക്കും. ഞാൻ അതിന്റെ കാര്യമല്ല ഇപ്പൊ പറഞ്ഞ. ഓ, ഡോക്ടറിന്റെ കാര്യമായിരിക്കും അല്ലേ? അതെ, കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ നമുക്ക് അനുകൂലമായി വരുന്നുണ്ട് വക്കീലേ. സോറി, നമുക്ക് അനുകൂലമല്ല, തനിക്ക് അനുകൂലം. എന്നെ ഈ പാവത്തിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിയേക്ക്. ഓ, പറഞ്ഞ പോലെ വക്കീൽ എന്റെ എതിർകക്ഷിയാണല്ലോ. എന്നാലും ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് വക്കീലിനും എന്റെ സന്തോഷത്തിൽ പങ്കുചേരാം. തന്റെ ഈ സന്തോഷത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരണമെന്നുണ്ട്. പക്ഷെ എത്രത്തോളം എനിക്കതിന് കഴിയുമെന്നറിയില്ല ലീന. എന്താ, തന്റെ ബോയ്ഫ്രണ്ടും മിസ്സസും അടിച്ചു പിരിഞ്ഞോ? ഏയ്, അവരിപ്പോ പൂർവാധികം ഭംഗിയായി മാതൃകാ ദമ്പതികളായി മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അഭിനയിക്കുകയോ? അതെ, ജോബിനും ഭാര്യയും അങ്ങനെ ഒരു ഉടമ്പടിയിൽ എത്തിയിട്ടുണ്ട്. ഒരു മ്യൂച്വൽ അഗ്രിമെന്റ്. എന്താ, ഡിവോഴ്സിനാണോ? അതിനുള്ള ടൈം ആയിട്ടില്ല വക്കീലേ, ചുമ്മാ ധൃതി കൂട്ടല്ലേ. അതിലേക്കൊരു വഴിമരുന്നിടുന്ന എഗ്രിമെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ സസ്പെൻസ് ഇടാതെ ഡോക്ടർ കാര്യം പറയുന്നെങ്കിൽ പറയും. അതായത്, ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നൊക്കെ നിങ്ങൾ വക്കീലന്മാര് ഭാര്യ ഭർത്താക്കന്മാരെ കൗൺസിൽ ചെയ്യാറില്ലേ? ആ, ഉണ്ട്. അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാ ഞാൻ പറയുന്നു, ഫാമിലി ലൈഫില് അഡ്ജസ്റ്റ്മെന്റിനേക്കാളും അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാളും ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് പരസ്പര ധാരണ പ്രകാരമുള്ള ആക്ടിംഗ് ആണെന്ന്. മനസ്സിലായില്ല. പരസ്പര ധാരണ പ്രകാരമുള്ള അഭിനയം എന്ന് പറയുമ്പോ? മറ്റുള്ളവരുടെ മുൻപില് തങ്ങൾ മാതൃകാ ദമ്പതികളാണെന്ന് അഭിനയിച്ച് കൺവിൻസ് ചെയ്യുക. അഭിനയം എത്രത്തോളം നാച്ചുറാലിറ്റി ഉള്ളതാവുന്നു അത്രത്തോളം ആ ഫാമിലി ലൈഫ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും. അങ്ങനെ ജോബിനും അവന്റെ നല്ല പാതി മാളവികയും ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു അഭിനയ കോഴ്സിന് ചേർന്നിരിക്കുക. ഇപ്പോ എല്ലാവരുടെയും മുന്നിൽ അവര് വളരെ ഹാപ്പി കപ്പിളായി നടിക്കുന്നു. പക്ഷേ ആരും അറിയാതെ അവരവർക്ക് ഇഷ്ടമുള്ള റിലേഷനുമായി മുന്നോട്ട് പോകുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല തീരുമാനം. ഇതിന്റെ സൂത്രധാര താനായിരിക്കും അല്ലേ? വേണമെങ്കിൽ ടിപ്സ് എന്റേതാണെന്ന് പറയാം, പക്ഷേ ഐഡിയ ജോബിന്റെതാ. ഓ, അപ്പൊ അയാൾ അവിടെ വരെയൊക്കെ പുരോഗമിച്ചു. ഡോക്ടറെ, പറഞ്ഞാൽ തനിക്ക് ഇഷ്ടാവില്ല എന്നറിയാം. എങ്കിലും ഒരു സുഹൃത്തെന്ന നിലയിൽ
പറയേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നുന്നോണ്ട് പറയോ. വക്കീല് പറഞ്ഞു, ഞാൻ കേക്കാം. എടോ, താനെന്ന് പറഞ്ഞില്ലേ ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം മറ്റൊരു കുട്ടിയുടെ കയ്യിൽ കാണുമ്പോൾ തോന്നുന്ന അസൂയാണ് തനിക്ക് മാളവികയോടുള്ളതെന്ന്. എന്നാൽ അത്രയും ലാഘവത്തോടെ താൻ അതിനെ കാണരുത്. താനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം തട്ടിയെടുക്കാനല്ല, മറ്റൊരാളുടെ ജീവിതം തട്ടിയെടുക്കാനാണ്. അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് തട്ടിയെടുക്കുന്ന ഒരു ജീവിതം അധികം നാൾ സന്തോഷകരമായി നമുക്ക് അനുഭവിക്കാൻ യോഗമില്ലാതെ പോകും. കാരണം ആ തട്ടിയെടുക്കുന്നത് ഒരാളുടെ മാത്രം ജീവിതമാവില്ല, ഒരുപാട് ജീവിതങ്ങൾ അതുകൊണ്ട് തളരുകയും തകരുകയും ചെയ്യും. ഓ വക്കീലെ, ഞാനൊരു സത്യം പറയാലോ. തനിക്ക് ഈ വക്കീല് പണിയേക്കാൾ ചേരുന്നത് വല്ല ആത്മീയ പ്രഭാഷണോ യോഗ ഗുരുവോ അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷനാ. എന്റെ ഒരു പോളിസി നേരെ തിരിച്ച. ലിവ് ഡേഞ്ചറസ്ലി, അപകടകരമാം വിധം ജീവിക്കണം, അതിന്റെ എല്ലാ റിസ്ക്കും ആസ്വദിച്ചുകൊണ്ട്. ഇപ്പോഴാണ് ഞാൻ എന്റെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത്. സോറി, എനിക്കൊന്നും പറയാനില്ല ഡോക്ടറെ. ലീവ് ഡേഞ്ചറസ്ലി എന്ന സ്ലോഗൻ ഭാവിയിൽ ഡോക്ടറിന് തിരുത്തേണ്ടി വരും, അത് ഉറപ്പാ. അത് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. ഗുഡ് നൈറ്റ്. മതി മമ്മി, മതി. ഇതെന്താ, നീ നേർച്ചയ്ക്ക് വല്ലതും കഴിക്കാണോ? ആന്റി പോയതിനു ശേഷം ഡോക്ടറിന്റെ ഭക്ഷണം കഴിപ്പൊക്കെ കണക്കാ. ഇത്ര പോലും കഴിക്കില്ലായിരുന്നു അല്ലേ അമ്മച്ചി? അതിനവന് വായിക്ക് രുചിയായിട്ട് ഇവിടുന്ന് വല്ലതും കിട്ടിയിട്ട് വേണ്ടേ? കേട്ടോ ഡേസമ്മ, നീ പോയതിനു ശേഷം ചെറുക്കൻ ഇവിടുന്ന് കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അതിന് മാളു ഒരു ദിവസം അവളുടെ വീട്ടിലായിരുന്നില്ലേ? പിന്നെ അന്നൊക്കെ എനിക്ക് ഡബിൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലോ. എന്റെ പാചകത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും ഡോക്ടർ മനഃപൂർവ്വം ഡബിൾ ഡ്യൂട്ടി എടുക്കുന്നത്. ഓ, അങ്ങനൊന്നുമില്ല. അവനിപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇഷ്ടം ക്യാൻറ്റീൻ ഫുഡായിരിക്കും. അത് ശരിയാ. ഇപ്പോ ഡോക്ടർക്ക് ഹോസ്പിറ്റലിൽ വിട്ട് വേറെ ഒരു ചിന്തയില്ലെന്നായിട്ടുണ്ട്. അതെന്നാ കൊച്ചേ നീ അങ്ങനെ ഒരു വർത്തമാനം? 24 മണിക്കൂർ നേരവും അവൻ ആശുപത്രിയിലെ കാര്യം നോക്കി നടന്നാ മതിയോ? കുടുംബത്തെ കാര്യങ്ങൾ കൂടെ അന്വേഷിക്കണ്ടേ? അത് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് ഹോസ്പിറ്റലുള്ളവർ സമ്മതിക്കണ്ടേ അമ്മച്ചി? ഇതുപോലെ മിടുക്കനായ ഒരു ഡോക്ടറെ അവര് വിട്ടുതരില്ല എന്ന് വെച്ചാ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അതെ, ഡോക്ടറിനി വിഷമിക്കണ്ട കേട്ടോ. ആന്റി ഡോക്ടർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി സമയത്തിന് ഇവിടെ ഹാജരായി ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി പരിപാടികളൊക്കെ, അല്ലേ ആന്റി? അതിവന്റെ തലയിൽ എത്ര പറഞ്ഞാലും കേറില്ലല്ലോ. കേട്ടോ മമ്മി, മമ്മിയെ കൂട്ടുകിട്ടിയപ്പോഴേക്കും 2 ദിവസം മിണ്ടാപ്പൂച്ച പോലെ നടന്ന ആളാ ഇപ്പതേ കൗണ്ടർ പറഞ്ഞ് തോൽപ്പിക്കുന്നുണ്ടല്ലേ. അവള് പറഞ്ഞത് കാര്യമല്ലേ? നീ ഇങ്ങനെ ഊണും ഉറക്കം ഉപേക്ഷിച്ച് ഫുൾ ടൈം ജോലി എന്ന് പറഞ്ഞ് നടന്നാൽ എങ്ങനെയാ? അതെ, നിങ്ങളെന്നാ ഇനി മാളുവിന്റെ വീട്ടിലേക്ക് പോകുന്നത്? അതെന്നാത്തിനാ ഡേസമ്മ? അവളിപ്പോ അങ്ങോട്ട് പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. അങ്ങനെയല്ല അമ്മച്ചി, ഇനി ഇവര് പോകുമ്പോ എനിക്കും കൂടി പോകാനാ. മുരളി അശ്വതിയും കണ്ടിട്ട് കുറച്ചുനാളായില്ലേ. അതിനിപ്പോ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കണമെന്നില്ലല്ലോ ആന്റി. നമുക്ക് രണ്ടുപേർക്കും കൂടി എപ്പോ വേണമെങ്കിലും പോകാന്നല്ലേ ഉള്ളൂ. അത് വേണ്ട, പോകുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. ശരിയാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മച്ചിയും കൊണ്ടുപോവാ. അയ്യോ ഞാനില്ലേ, പോകുന്നവരങ്ങോട്ട് പോയേച്ച് വന്നാ മതി. ഇതെന്താ ജോബിൻ, നീ മതിയാക്കിയോ? മതി മമ്മി, ഇപ്പൊ തന്നെ കൂടുതലാ കഴിച്ചത്. പിന്നെ കൂടുതല്. ഇത് ആന്റി പറഞ്ഞ തന്നെ സത്യം. ഡോക്ടർക്ക് ഇപ്പോ ക്യാൻറ്റീനിലെ ഫുഡേ പിടിക്കത്തുള്ളൂ. വേണ്ട ആന്റി, ഞാൻ എടുത്തോളാം. ആഹാ, അവനെ കുറ്റം പറഞ്ഞ് ഇപ്പൊ നീയും മതിയാക്കിയോ? അയ്യോ, എനിക്ക് മതി ആന്റി. ഈ പിള്ളേരുടെ ഒരു കാര്യം. ദേ അമ്മച്ചി, വേണ്ടാത്തതൊന്നും ആലോചിക്കാതെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചേ. എന്റെ തോന്നലൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ഡേസമ്മ. നമ്മളെന്താ ഇപ്പൊ ഒരുമിച്ച് ഔട്ടിങ്ങിനൊന്നും പോകാത്തെന്ന് ആന്റി ചോദിച്ചു. ഡോക്ടറെ നിർബന്ധിച്ചിട്ടും ഞാനായിട്ട് ഒഴിഞ്ഞു മാറിയതാന്ന് ഞാൻ പറഞ്ഞേ. ആന്റി ചിലപ്പോ ഇതേ ചോദ്യം ഡോക്ടറോടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഉത്തരം മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഏയ്, മമ്മി അങ്ങനെ എന്നോട് ചോദിക്കാൻ വഴിയൊന്നുമില്ല.
തന്റെ മറുപടി തന്നെ കൺവിൻസ് ആയിക്കോളും മമ്മി. അമ്മച്ചിയാണെങ്കിൽ സൂക്ഷിച്ചാൽ മതി. ഏതായാലും നമ്മൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത് നന്നായല്ലേ? അല്ലേ? രണ്ടുപേരുടെയും തകർത്ത അഭിനയം കണ്ട് പാവ അമ്മച്ചിയും മമ്മിയും അതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്നാലും അമ്മച്ചി ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എപ്പോഴാ പാത്തും പതുങ്ങി വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഈ നാടകം അഭിനയമൊക്കെ ഇനിയും പൊളിയാതെ കുറെ കാലം കൊണ്ടു നടക്കേണ്ടതല്ലേ? എപ്പോഴും ഒരു കരുതൽ നല്ലതാ. എത്ര നാൾ ഈ കലാപരിപാടി തുടരാനാ ഡോക്ടറുടെ ഉദ്ദേശം? അങ്ങനെ സമയമൊന്നും തീരുമാനിച്ചിട്ടില്ലേ. പോകുന്നിടത്തോളം പോട്ടെ. എല്ലാവർക്കും അതുകൊണ്ട് ഗുണമല്ലേ ഉള്ളൂ. അത് ശരിയാ. പക്ഷെ സത്യം പറയട്ടെ ഡോക്ടർ, ഈ അഭിനയം എനിക്ക് വല്ലാതെ മടുത്തു തുടങ്ങിയിരിക്കുക. എന്തുപറ്റി? തുടങ്ങിയിട്ട് അധികമൊന്നും ആയില്ലല്ലോ. അതിനുള്ളിൽ തനിക്ക് മടുപ്പ് തോന്നി തുടങ്ങിയോ? സത്യം. സാധാരണ അങ്ങനെ തോന്നിക്കൂടാത്തതാ. പക്ഷെ എന്താന്നറിയില്ല, ആന്റിയെ പോലെ സത്യസന്ധയും സ്നേഹനിധിയായ ഒരു സ്ത്രീയുടെ മുന്നിൽ യാഥാർത്ഥ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ഇങ്ങനെ അഭിനയിക്കേണ്ടി വരുമ്പോ എനിക്ക് എന്നോട് തന്നെ വല്ലാതെ വെറുപ്പ് തോന്നുക. ഭർത്താവിന്റെ അമ്മ എന്നൊരു ലേബലിൽ മാത്രം ആ സ്ത്രീയെ കാണാൻ ശ്രമിച്ച ഈ മനസാക്ഷിക്കുത്ത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ അതിന് സാധിക്കുന്നില്ല. ഡോക്ടർ, ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ജന്മം തന്ന ഒരു സ്ത്രീക്ക് മുന്നിൽ ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെ അഭിനയിച്ചു മറിക്കുമ്പോ 1% പോലും കുറ്റബോധം തോന്നില്ലേ? ഒരായുഷ്കാലം മുഴുവൻ ആ പാവം അമ്മ ഡോക്ടറിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചല്ലേ? അവരിങ്ങനെ വഞ്ചിക്കുന്നതിൽ അല്പം പോലും മനസാക്ഷി കുത്ത് തോന്നാറില്ലെന്നാണോ? അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല. മമ്മിയുടെ മുന്നിൽ അഭിനയിച്ച് വലിയ സൂപ്പർ സ്റ്റാർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. പിന്നെ എന്റെ മമ്മി കഷ്ടപ്പെട്ടതിന്റെയും കണ്ണീരൊഴുക്കിയതിന്റെയും കണക്കും കഥയൊന്നും താനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കൊന്നും വേണ്ട. അതൊക്കെ തന്നെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അതൊക്കെ നന്നായി ഓർമ്മയുള്ളതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും ഞാനും ഈ കോമാളി വേഷം കെട്ടുന്നത്. മോന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തമൊന്നും എന്റെ മമ്മി അറിയരുത്. ദുരന്തം അവരായിട്ട് വരുത്തി വെച്ചൊന്നും അല്ലല്ലോ. അതും അറിയാം. ഒക്കെ ഞാനായിട്ട് തെരഞ്ഞെടുത്തത്. അതുകൊണ്ടാണല്ലോ എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയാത്തത്. ഞാനായിട്ട് തെരഞ്ഞെടുത്ത കുരിശ് ഇനി ഞാൻ തന്നെ വേണമല്ലോ ചുമക്കാൻ. ഹോ, ഭാര്യ ഇത്ര വലിയ ബാധ്യതയാന്ന് പറയാൻ ഇതിൽ നല്ല വാക്ക് വേറെയില്ല. നന്നായി. എങ്കിൽ ഡോക്ടറുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനൊരു കുരിശായിട്ട് ഡോക്ടർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഭാരം ജീവിതകാലം മുഴുവൻ ചുമക്കണമെന്ന് എനിക്കൊരു അവകാശവാദവും ഇല്ല. ഒരു വെള്ളക്കടലാസിൽ ഒപ്പ് വയ്ക്കേണ്ട ആവശ്യമുള്ളെങ്കിൽ പറഞ്ഞോളൂ. സന്തോഷത്തോടെ അതിന് ഞാൻ തയ്യാറാ. അങ്ങനെ ഒപ്പുവെച്ച് ഒഴിഞ്ഞു പോകാനാണെങ്കിൽ നമ്മൾ ഇങ്ങനൊരു നാടകം കളിക്ക് തയ്യാറാവേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. തന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ കുറ്റബോധത്തെ പറ്റിയും ഫ്രസ്ട്രേഷനെ പറ്റിയും താൻ ബോധേഡാവണ്ട. അതൊക്കെ എന്റെ മാത്രം കൺസേണാ. അത് സഫർ ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. കാരണം എനിക്ക് എന്റെ സങ്കടങ്ങളെക്കാൾ വലുത് എന്റെ മമ്മിയുടെ സന്തോഷം. എന്നും എപ്പോഴും അതിനുവേണ്ടി എന്തും സഹിക്കാനും ത്യജിക്കാനും ഞാൻ തയ്യാറുമാണ്. ഡോക്ടറിന്റെ ഈ വാക്കുകൾ വെറും പൊള്ളത്തരാ. ചുമ്മാ മേനി നടിക്കില്ല. അതിൽ ആത്മാർത്ഥതന്റെ തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും ആവുമായിരുന്നില്ല. എന്റെ ആത്മാർത്ഥതയുടെ അളവുപോലെ താൻ നിശ്ചയിക്കണ്ട. മരിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് അറിയാമെങ്കിലും ചിലപ്പോൾ ചില രോഗികളോട് ഞങ്ങൾ ഡോക്ടേഴ്സ് കള്ളം പറയാറുണ്ട്. കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആവും, നാളെ തന്നെ വീട്ടിൽ പോവാന്നൊക്കെ. അവസാന നിമിഷത്തിലും അവരാശ്വാസത്തോടെ ഇരിക്കാൻ വേണ്ടി മാത്രം പറയുന്ന നിർദോഷമായ കള്ളം. അങ്ങനൊരു കള്ളം ഞാനും എന്റെ മമ്മിയോട് പറയുന്നതായിട്ട് കരുതിക്കൊള്ളാം. ഏത് നിമിഷവും പൊളിഞ്ഞു വീണേക്കാവുന്ന ഒരു ജീവിതമാണ് മകന്റേതെന്നറിയാതെ ആ പാവം ആവുന്നിടത്തോളം സന്തോഷത്തോടെ കഴിയട്ടെ. ദയവ് ചെയ്ത് ഇനി താനായിട്ട് അത് തല്ലിക്കെടുത്താൻ നിൽക്കരുത്, പ്ലീസ്. ഇല്ല ഡോക്ടർ, കുരിശാണെന്നും ഭാരമാണെന്നും അറിഞ്ഞിട്ടും എന്നെ ചുമക്കുന്ന ഈ വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് മടുപ്പ് തോന്നുന്നെങ്കിലും നമുക്ക് ഈ അഭിനയം തുടരാം. അങ്ങനെ മടുപ്പ് തോന്നേണ്ട കാര്യമൊന്നുമില്ല. തനിക്ക് തന്റെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും പോവാം, ആരെയും കാണാം. അതിനൊന്നും എന്റെ സമ്മതം ആവശ്യമില്ല. പക്ഷെ എവിടെ പോകുന്നു, എപ്പോ വരുമെന്നൊക്കെ മമ്മിയെ ഒന്ന് അറിയിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി.